മോളെത്തുവോ? എത്തുവോ? മോളെത്തുവോ? ഉറപ്പാ? ഇൻസേജ് മോളെത്തുവോ? എത്തുവോ? എത്തും. സെറ്റ്. അപ്പൊ ഇനി ആരൊക്കെ എത്തുന്നു? എത്തുവോ? ഉറപ്പാ? മോളെത്തൂലെന്ന്. അപ്പൊ ആരൊക്കെ എടക്കൽ കേവിന്റെ മോളിലെത്തും നോക്കാം. ഞാനെത്തുമായിരിക്കും. പിന്നല്ലാതെ നമ്മളെ ബേർഡേ ടീം എടക്കൽ കേവിലോട്ട് കയറാണ്. ആരൊക്കെ മോളിലെത്തുന്നു കാണാം. ശീലുണ്ട് കേറ്റം കയറി ശീലുണ്ട്. അനക്ക് എന്തുണ്ട്? എനർജി ഉണ്ടോ അല്ലേ? അതാണ് 2 അടി അല്ലേ? മാറി വേക്കിലൊരാളുണ്ട്. നമ്മളിതാക്കണ ടിക്കറ്റ് കൗണ്ടർ എത്തിയിട്ടേ അന്നപ്പോ ഓരോന്നിന്റെ കോലത് അങ്ങനെയായി. എന്റെ മോളോട്ട് 2 മല ദിവസം കയറുന്ന ഒരാളുണ്ട്. തന്നെ ഏറ്റവും വലിയ മല. അപ്പൊ ആരൊക്കെ ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോരുന്നുള്ളത് കണ്ടറിയാം. ഈ കയറോ? ഉറപ്പല്ലേ? അയ്യോ കണ്ടറിയാം. സംശയ എല്ലാരും ഉണ്ടല്ലേ? ടിക്കറ്റ് എടുക്കല്ലേ? മോള് കയറൂലേ? നീ ഉണ്ടല്ലേ? മോളെത്തൂലേ? ടിക്കറ്റ് എടുക്കണോ? എപ്പോ എടുക്കണോ? അല്ല ടിക്കറ്റ് എടുക്കണോ? ഉറപ്പാ? എനിക്ക് ടിക്കറ്റ് എടുക്കട്ടെ? ഹർഷി പിന്നെ മല കയറണം. അതുകൊണ്ട് എന്തായാലും നിർബന്ധം കയറും. അപ്പൊ സെറ്റ്. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്തു കയറുന്നു. കേറണം. കേറൂലെന്ന് പറഞ്ഞ സജനത്ത വരെ കേറാൻ തുടങ്ങി. അത്ര തന്നെ. ഈ കേറൂലല്ലോ? ടാറ്റാ. ബാബാ രണ്ടല്ല, ഞങ്ങൾ 1 2 ഈ മുഖത്തിന്റെ ഇതൊക്കെ ഞാൻ ഇപ്പൊ എടുത്തേക്കട്ടെ. തിരിച്ചിറങ്ങുമ്പോ ഇതേ പ്രസാദം ഉണ്ടായാ മതി. 2 അടി നടന്നിട്ടല്ലോ കേട്ടോ, കുത്തിരിക്കാനായില്ല. കാത്തിക്കാൻ ഇനിയിപ്പോ പറയാ. അല്ല അങ്ങൊന്നുമില്ല മലയാക്ക തുടങ്ങിയിട്ടുള്ളൂ. എപ്പോഴും എടുക്കണ്ട, മേലെത്തി അതെല്ലേ? കയറൂലേ? അതിൽ 10 രൂപ കൂടുതൽ തരുന്നത്. മറ്റേ സാധനം ഉണ്ട്, ആ കാറ്റ് ഇങ്ങനെ നല്ല ആരോഗ്യം. ചേച്ചി നമ്മളെ നാട്ടിലെ വേറെ പണിക്കാ നിങ്ങൾ എങ്ങനെ ഇത് വെള്ളം പിടിച്ചേക്കണം. ഈ കൊറേ നേരമല്ല നോക്കിക്കണ്. 2 അടി നടുക്കുക നിക്കുക. വരണ്ട, ഞാൻ വർക്ക് ഫ്രം ഹോം ആക്കി തരാം. തുടങ്ങിയിട്ടുള്ളൂ. എന്നോട് പല ദേഷ്യം ഉണ്ടെന്ന് അറിയാം. എന്നാലും നാട്ടിലെത്തിയിട്ട് വലിയ ദേഷ്യമൊക്കെ തീർക്കും. കേറടാ കേറ്.
നിനക്കൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഇക്കോണെങ്കിൽ കൊല പഴുക്കൂ. എന്തൊക്കെ കാണണം. നടന്നൂടെ കുട്ടി. Where is the temple? Minamma, where is the temple? എൻ്റെ അമ്മ വികരുത് കേറുന്നില്ലേ? ആ മുഖത്തിന്റെ ഒക്കെ പ്രസാദം അവിടെ പോയി. ആ ചളിയാണ് ഒറ്റക്ക് ഇട്ടിച്ച് പോയേ. ചെരുപ്പ് ഊരി വെച്ചോണ്ടാണ് ഞാൻ ഇങ്ങനെ കേറുന്നത്. തല അറ്റോ ബാക്കി നിശബ്ദത പാലിക്കുക. വരക്കുന്നതും സ്പർശിക്കുന്നതും ശിക്ഷാർഹമാണ്. പറഞ്ഞൂടെ സിജോ, കേട്ടിക്കല്ലേ? അതെ, സിജോ ലവ് പൊന്നൂസ് ഒന്നും ഇവിടെ എഴുതി വെക്കരുത് എന്ന് കേട്ടോ. കേട്ടിക്കല്ലേ? ഒന്നുകൂടി ഒറ്റ പ്രാവശ്യം കിട്ടൂല. എന്നാ ഒറ്റ പ്രാവശ്യം കൂടി. അലിൻ ജോസ് പെരേര പറയുന്നുണ്ടോ? ഇത് നല്ല ഇംഗ്ലീഷ്. പോട്ടെ, കൊളേ വെള്ളമൊക്കെ കുടിച്ച് തുടങ്ങിയെങ്കിലേ കേറില്ലാന്ന് പറഞ്ഞതൊക്കെ കേറിക്ക്. അത് വലിയ കാര്യം. മക്കളോ, പണ്ടുള്ള മനുഷ്യന്മാര് ഇവിടുന്നില്ലേ? അന്നത്തെ കാലത്ത് നിന്നുള്ള വേണ്ട പറയുന്നില്ല, പറഞ്ഞാൽ കൂടി പോകും. അതെ, പണ്ട് കാലത്ത് നമുക്കിപ്പോ കാണുന്ന സാഹചര്യങ്ങളൊന്നും അല്ലല്ലോ. അല്ലല്ല, അപ്പൊ അവർക്ക് ഇടയിൽ നിക്കണ്ടേ? അതാണിത്. എന്തൊക്കെ ഇന്റർപ്രിട്ടേഷൻസാ. ഇതാണോ മേൽക്കൂര അറിയണേ? നമുക്കിപ്പോ വാർപ്പില്ലേ? വാർപ്പില്ലല്ലോ. നമ്പറും ഉണ്ട്. പായാരം പറയാണ്ട് നടുന്നോടായിട്ട് എന്താ തന്നെ വീണ ഒന്നും ആക്കല്ല. അതിന്റെ അടിയിലായി കടന്നെടുക്കുക. എങ്ങനെ ഇതില്ലേ നേരാ. കമ്പനിനെ പറയിപ്പിക്കാൻ ഓരോന്നുണ്ടാവും. അതെ ഇതൊക്കെ ഞാനൊരു തരി പോലും സെൻസർ ചെയ്യാണ്ട് യൂട്യൂബ് കൊണ്ടുപോയി ചാമ്പും. എന്ത് കിട്ടിയാലും വേണില്ല, ഞാൻ ചാമ്പും. അതാണ് അർഷിത എന്ന് പറയുന്ന കുട്ടിയെ. ഓ കഴിഞ്ഞു. നോക്ക് മക്കളെ, നോക്ക്. ചേട്ടെങ്ങാ പോവാണ്ട് നീ. എങ്ങാനും ഇതെങ്ങനെ ഊരറിഞ്ഞിട്ട് ഇവനോട് തോന്നിയ ക്രഷ് പോയാലോ? അന്നോടോ? അന്ന് ആരോ പറഞ്ഞോ? നമ്മളുടെ സ്വന്തം അങ്ങ് താഴെ കണ്ടോ? ടെക്നോളജി
ക്യാമറയൊക്കെ കുറഞ്ഞോ? അതെ അസ്ബർ മുഹമ്മദ് താത്ത കഴിഞ്ഞോ മലാങ്കുന്നിലെ മല ഇത്ര അല്ലല്ലോ. ഇതൊക്കെ വരി 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 വരി. അതേതാണുള്ള വഴിയാണ്. അതില് കാണാൻ വിചാരിച്ചോട്ടെ. ഇവിടെ ക്ഷീണം ഉള്ളതുകൊണ്ട് ഞാൻ വെള്ളം കുടിക്കാറേ അല്ല. എന്ത് സുഖണ്ടേലും കേറാന് ആരെ കഴിഞ്ഞത്? ഞങ്ങൾ കഴിഞ്ഞല്ലോ. ഇതാണ് ഒന്നാമത്തെ ഗുഹ. അടിച്ചിട്ട് 10ാമത്തെ 9ാമത്തെ 8ാമത്തെ വെക്കാം. കണ്ടില്ല ആ ഭാഗം കാണിച്ചു നോക്ക്. ഭാഗം തിരിച്ചേക്കുമ്പോ കാണിച്ചു തരാം. അല്ലല്ല അതിനുള്ളിൽ ഒന്നും ചെറുത്. അങ്ങനെ നമ്മൾ ഒന്നാമത്തെ ഗുഹയിൽ എത്തിയിരിക്കുകയാണ്. ആദ്യം ഗുഹ ഒന്ന് കയറി കാര്യം ഇങ്ങോട്ട് ഇറങ്ങിയാ പോരെ. ഞാൻ കണ്ടു. ഇനി ഞാൻ ഇങ്ങോട്ടില്ലാന്നല്ലേ. ഇനി ജന്മണ്ടെങ്കിൽ ഞാൻ ഇങ്ങോട്ടില്ല. അപ്പൊ അതാ സംഭവം. നിശബ്ദത പഠിക്കുക. നിഷ ഞങ്ങൾ വേറല്ലേ? ഓ മെല്ലെ മെല്ലെ ഇറങ്ങിക്കോളിയാ മക്കളോ. ഇല്ല ശരിക്കും ഇതിൻ്റെ ഉള്ളിൽ നിന്നാണോ മഞ്ഞുമൽ ബോയ്സ് എടുത്ത്? ഏതിന്റെ അടുക്കുള്ള ഗുഹയാണ്? ഇതിന്റെ ഇടക്കുള്ള ഗുഹയാണ്. അതുകൊണ്ടാണ് അതെ അല്ലേ. ഇതൊക്കെ കണ്ടില്ലേ? പ്രശസ്ത ആർക്കിയോളജിസ്റ്റ് ആയിട്ടുള്ള മുഫീദ മല. അതെ 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 മുഫീദ സലീം തളിപ്പറമ്പിലെ ഒരു നിഗമനാണിത്. അതെ ഇനി നടക്കപ്പോറത് യുദ്ധം. ഇൻസ്റ്റാളേഷൻ ചെയ്യൂലാന്ന് ആടെ കുറെ പെൺകുട്ടികളുണ്ടായിനി. അപ്പൊ ഒരു മെല്ലെ വന്ന് ഞങ്ങളോട് പറഞ്ഞു നിങ്ങളിന്റെ കൂടെ നടക്കല്ലോ, ഓർക്കൊക്കെ എന്നോട് ക്രഷ് തോന്നിയിട്ടുണ്ടാവുന്ന്. ഞാൻ ഓലോട് ചോദിച്ച് ആർക്കാ അവനോട് ക്രഷ് തോന്നിയെന്ന്. ഇമേജ് മൊത്തം പോയി. ആയിട്ടോടൊക്കെ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ആർക്കേലും ഇവനോട് ക്രഷ് തോന്നിയോ? ഈ പച്ച കുപ്പായിട്ട ഇവനോട് ആർക്കാ ക്രഷ് തോന്നിയെന്ന് ചോദിച്ച് ആയിട്ടോള് ചിരിക്ക. അതിന് എന്നോട് പറയുന്നത് ഇൻസ്റ്റാളേഷൻ ഞാൻ ചെയ്യൂലെന്ന്. നിങ്ങൾ ആരെങ്കിലും എന്നെ സഹായിക്കണം. എനിക്ക് ചായയും കടിയും വാങ്ങി തരാം. ആര് അല്ല ഐറ്റള അടയൊക്കെ ഉണ്ട്. പിന്നെ ഒരു കേറിയില്ല. ഉണ്ടല്ലേ ഞാൻ ചാടയുടെ കുഴഞ്ഞു വീണേന്ന്. കുഴിയോ? ഏതായാലും ആ ഇവിടത്തെ കുഴി 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 കുഴി. ഓലില് പോകുന്നല്ല ഇതിൽ മഴവെള്ളം കൂടെ വീഴുമ്പോ ആ ഈ കണ്ടില്ലേ ഈ യുദ്ധത്തിനൊക്കെ വരുമ്പോ മിക്കവാറും അതന്നെ സംഭവിക്കൂ. വല്ല കാര്യമുണ്ടോ അതിന്റെ ഒക്കെ? എന്തൊക്കെയോ കാണിച്ചു കിട്ടുന്നുണ്ട്. അത് ക്ലോസ്ഡാ.
അതിൻ്റെ ഉള്ളിൽ ഇപ്പം എന്താ ഉള്ളത്? ഫോട്ടോ എടുത്തൊക്കെ സുഖം നല്ല വ്യൂ ആയിരിക്കും, നല്ല അടിപൊളി അല്ലേ? ഇന്നലെ കിട്ടും. വീണാൻ തന്നെ പാറ പൊട്ടി ചീന്തിപ്പോയത് അല്ലേ സുഖേ? അതിൽ ചെയ്താൽ മതി. പഴക്കം പറയപ്പെടുന്നത് 30,000 വർഷത്തോളം പഴക്കം പറയപ്പെടുന്നുണ്ട്. ശക്തമായ ഒരു ഭൂകമ്പത്തിലുണ്ടായ ഗുഹയായിട്ടാണ് കണക്കൂട്ടുന്നത്. എടയ്ക്കൽ എന്ന പേര് വരാനുള്ള കാരണം ഈ കല്ലുകളാണ്. ഇൻ ബിറ്റ്വീൻ സ്റ്റോൺ, രണ്ടിൻ്റെ ഇടയ്ക്കുള്ള കല്ല് എന്നർത്ഥം. അത് ഹാങ്ങിങ് സ്റ്റോൺ ആണ്. അതുകൊണ്ടാണ് എടയ്ക്കൽ എന്ന പേര് വരാനുള്ള കാരണം. അപ്പോൾ ഈ ഗുഹയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏകദേശം 6000 വർഷം മുൻപ് മുതൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ജനങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു റോക്ക് ഷെൽട്ടറായിട്ട് ഉപയോഗിച്ച് താമസിച്ചിരുന്നു പറയപ്പെടുന്നത്. ആ സമയത്ത് അവർക്ക് അന്വേഷിച്ച് സംസാരിക്കാൻ ലാംഗ്വേജും ലെറ്റേഴ്സും ഒന്നും ഇല്ലാത്തതുകൊണ്ടും പിന്നെ അവർ കണ്ട കാര്യങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നത് അവർ യൂസ് ചെയ്തതൊക്കെ അവർ ചിത്രങ്ങളായിട്ട് വരച്ചു വെച്ചു. നമ്മൾ നവീന ശിലായുഗവും പ്രാചീന ശിലായുഗവും പഠിക്കുന്നതിൽ നവീന ശിലായുഗത്തിൽപ്പെട്ട ചിത്രങ്ങളാണ്. എടയ്ക്കൽ ഗുഹ പ്രശസ്തമാകുന്നത് ഇങ്ങനത്തെ ചിത്രങ്ങളുള്ള ഇന്ത്യയിലെ ഏക സ്ഥലം എടയ്ക്കൽ കേവാണ്. അതുകൊണ്ടാണ് എടയ്ക്കൽ ഗുഹ പ്രശസ്തമാകുന്നത്. ഒരു 500ഓളം സ്ക്വയർ ഫീറ്റ് ചിത്രങ്ങളുണ്ട്. അവർ സ്റ്റോൺ പേപ്പേഴ്സ് വെച്ച് കോരി വരച്ചതാണ്. ഇത് വന്നിട്ട് സാൻഡ് സ്റ്റോൺ ആണ്, നമുക്ക് കുറച്ച് വരയ്ക്കാൻ എളുപ്പമാണ്. പക്ഷേ അതിന് നമുക്കൊരു 20% കൺഫേം ആയിട്ടുള്ളൂ. കാരണം ഒരു സ്റ്റെപ്പ് വന്നു, താമസിച്ചു, ചിത്രങ്ങൾ വരച്ചു പോയി. മറ്റ് സ്റ്റെപ്പ് വന്നു, അതിൻ്റെ മുകളിൽ കോരി വരച്ചുകൊണ്ട് കുറച്ചൊക്കെ ചിത്രങ്ങൾ ഓവർലേപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ മെയിൻ ചിത്രം എന്ന് പറയുന്നത് ഇവിടെ ഒരു ഗോത്രത്തലവൻ്റെ ചിത്രമുണ്ട്. ഒരു ട്രൈബൽ ലീഡർ കൈ ഉയർത്തി പിടിച്ച് ഫെദറിന്റെ ക്രൗണൊക്കെ ധരിച്ച് നിൽക്കുന്ന ഒരു ട്രൈബൽ ലീഡറിന്റെ ചിത്രമാണ്. 6000 വർഷത്തോളം പഴക്കം പറയപ്പെടുന്നുണ്ട്. സെയിം പേഴ്സന്റെ ബാക്ക് സൈഡാണ്. മുൻവശവും പുറകുവശവുമായിട്ട് നമ്മൾ കണക്കൂട്ടുന്നു. കണ്ടില്ലേ? ഇതൊരു മുഖം, കണ്ണ്, മൂക്ക് ഒക്കെ കാണാം. ഇവിടെ ഒരു ആനയുടെ ചിത്രമുണ്ട്. അവിടെ ഒരു സ്ത്രീ രൂപമുണ്ട് നിങ്ങളുടെ തൊട്ട് മുന്നിൽ, കണ്ടില്ലേ? ഇവിടെ ഒരു സ്ത്രീയും കുട്ടിയും കൈ പിടിച്ച് നിൽക്കുന്നുണ്ട്. ഒരു സ്ത്രീയുണ്ട്, ഒരു കുട്ടിയുണ്ട്, കണ്ടില്ലേ? ഇത് റൗണ്ട് കാണുന്നത് സൂര്യൻ. പണ്ടുകാലത്തെ ജനങ്ങൾ ദൈവമായിട്ട് അറിയിച്ചിരുന്നു സൂര്യൻ. സൂര്യന്റെ മുകളിൽ 2 ലൈൻ പോകുന്നത് ഒരു പീക്കോക്ക്, ഒരു മൈലിന്റെ ചിത്രം, പീക്കോക്ക്. ഇവിടെ നമ്മൾ ലാഡർ പോലെ കാണുന്നത് ഹിന്ദുവിന്റെ ചിത്രം, ഒരു പുഷ്കാട്ട് വെഹിക്കിൾ. അതിന്റെ നടക്കുന്ന ചെറിയ വീലുകൾ കണ്ടോ? പുഷ്കാട്ട് വെഹിക്കിൾ ചിത്രമാണ്. അപ്പോൾ ഈ പുഷ്കാട്ട് വെഹിക്കിൾ വരാൻ കാരണം പറയപ്പെടുന്നത് നമ്മൾ 6000 വർഷങ്ങൾക്ക് ശേഷം പിന്നീട് 4000, 3000, 2000 അങ്ങനെ സ്റ്റെപ്പായിട്ട് ജനങ്ങൾ താമസിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള ചിത്രങ്ങളാണ്. 2 ലിപികളുണ്ട്. അത് ബ്രഹ്മി തമിഴും പ്രാചീന സംസ്കൃതത്തിൽപ്പെട്ട 2 ലിപികളാണ്. ലെഫ്റ്റ് സൈഡിലാണ്. അതിൽ എഴുതിയിരിക്കുന്നത് പല പുലിയെ കൊന്ന ധൈര്യശാലിയായ ഒരു നേതാവ് ഗുഹയിൽ താമസിച്ചിരുന്നു എന്നാണ്. കേവ് കണ്ടുപിടിക്കുന്നത് 1894 അന്നത്തെ മലബാറിന്റെ പോലീസ് സൂപ്രണ്ടായിരുന്ന ഫെഡറിക് ഫൗസറ്റ് എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരനാണ്. സീ ലെവലിൽ നിന്നും 4000 ഫീറ്റ് ഹൈറ്റ് ഉണ്ട്. സ്ഥിതി ചെയ്യുന്നത് അമ്പുകുത്തി മലയിൽ. നിങ്ങൾ 2 കേവാണ് ഇവിടെ ഉള്ളത്. ഒന്ന് ഓൾറെഡി കവർ ചെയ്തു. താഴെ നിന്ന് വന്നപ്പോൾ ഒരു സ്മോൾ കേവ് കണ്ടിരിക്കും. അവിടെയാണ് അത് ഫസ്റ്റ് കേവ്. ഇത് സെക്കൻഡ് കേവ്. ഇപ്പോൾ എടയ്ക്കൽ ഗുഹയിൽ പ്രശസ്തം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ചിത്രങ്ങൾ നവീന ശിലാവുമാണ്. ശിലായുഗത്തിൽപ്പെട്ട ചിത്രങ്ങളുള്ള ഇന്ത്യയിലെ ഏക സ്ഥലം എടയ്ക്കൽ ഗുഹയാണ്. അവിടെ ഒരു കുഴിയുണ്ട്. ആ കുഴിയിൽ കൂടി എത്ര മഴ പെയ്താലും വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. വെള്ളം തങ്ങി നിൽക്കില്ല. അതുകൊണ്ടാണ് ജനങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ താമസിച്ചതെന്ന് നമ്മൾ പറയപ്പെടുന്നത്. പക്ഷേ ഈ ചിത്രങ്ങൾ കൊണ്ടാണ് എടയ്ക്കൽ ഗുഹ പ്രശസ്തമായിരിക്കുന്നത്. 500 സ്ക്വയർ ഫീറ്റിലെ ചിത്രങ്ങൾ. 6000 വർഷം ഏറ്റവും പഴക്കം. സ്റ്റെപ്പായിട്ട് ജനങ്ങൾ താമസിക്കും. മനസ്സിലായോ? പഠിക്കാനുണ്ട്, ഇവരൊക്കെ പഠിക്കാനുണ്ട് കേട്ടോ. ഓക്കെ. അടുക്ക് ഈ പാറങ്ങ അങ്ങോട്ട് വീണ എന്റെ തലക്കു സ്റ്റിക്കർ അടിച്ചു. അപ്പൊ നമ്മൾ എടയ്ക്കൽ ഗുഹയിൽ നിന്ന് ഇറങ്ങി. എടയ്ക്കലല്ലേ തിരിച്ചിറങ്ങുമ്പോ ഏതാ ലുക്ക്. ഞാൻ എന്നെ വിട്ട് അങ്ങനെ പോകുമോ? മോളോട്ട് പോകുമ്പേ നരയും പതയും വന്നതാ. ഇപ്പതാ ഒന്ന് തിരിഞ്ഞു നോക്ക്. ഏതാ നമ്മള് വന്ന കീലെങ്ങനാ? ഇപ്പുറത്ത് വേറൊരു സുനയുണ്ട്, പോയി നോക്കട്ടെ. അപ്പൊ എൻട്രൻസ് ഇല്ലാന്നാ? അപ്പൊ സോറി, ഇതല്ല. ഏ സാധനം? ഓ ബുദ്ധി മതി. ജിൻസിയാച്ചി മോളുണ്ടായിരുന്നല്ലോ, അതെന്താ ഇറങ്ങാത്ത? എന്താ കഥ? കാലിന് വയ്യാത്തൊരാളാ. ഒക്കെ ഇളകും.
ഞാൻ ചെരുപ്പിടാത്തോണ്ട് ഏറ്റവും നല്ലൊരു കാര്യമായി. ചെരുപ്പ് എങ്ങനെ ഇട്ടീനെ ഞാൻ ആകെ പാസ്സായി പോയി. ക്ഷീണായി കാലൊക്കെ ഒരു കാരണവശാലും ചെരുപ്പിടരുത്. മലാങ്കൊന്നും വല്ല അത്ര ഇല്ലല്ലോ. ഇല്ല ഞാൻ കൊയങ്ങി എന്തെങ്കിലും ഒരു അടയാളം ഇല്ല അതാ ഞാൻ ചോദിച്ചേ. മോളെത്തിയപ്പോ കാണ്ടീനോ എന്നിട്ട് ഇപ്പൊ പറഞ്ഞിട്ടില്ലേ ഞാൻ കൊയങ്ങി എന്തെങ്കിലും ഒരു അടയാളം ഉണ്ടോ. അതിന് മുഫീദാ ആടെത്തിയപ്പോഴേക്ക് ഇതതിന്റെ അവസ്ഥ. തിരിച്ചറിയുമ്പോൾ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് എത്ര വട്ടം ഇവിടെ വന്നിക്ക്? 3 പ്രാവശ്യം. അതിലാകെ ഒറ്റ മോള് വരെ കയറിയുള്ളൂ. അത് ഞങ്ങളെപ്പരോ അല്ല 2ാമത്തെ പ്രാവശ്യം അത് കയറണേ. 2ാമത്തെ പ്രാവശ്യം 3 പ്രാവശ്യം വന്നേ. അല്ല 2 പ്രാവശ്യം കയറി. 1 പ്രാവശ്യം താഴ്ത്തുത്തിന് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ എന്താലേ. അങ്ങനെ എടക്കൽ ഗുഹ പര്യവേഷണം വിജയകരമായിട്ട് എല്ലാവരും പൂർത്തിയാക്കിയിരിക്കുന്നു. തൽക്കാലം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. മതിയായി. ചിരിച്ചാന്ന് ഇതോളൊക്കെ നേരിട്ടാലും നേരിട്ടോ. ഏതാ സ്വാമിക്ക് പോടാ നേരല്ല. സ്വാമിക്ക് അമ്പലത്തിൽ ഇരിക്കണ്ട. മാറിക്ക് രോഗിനെ കൈ പിടിക്ക്